എനിക്ക് വരാനിരുന്ന അപകടം മാറിപ്പോയെന്ന് കരുതിയാൽ മതി. ആ സ്ലാബിന്റെ വർക്ക് ചെയ്ത സൂപ്പർവൈസറെ ഇന്നലത്തെ ഇൻസിഡന്റിന് ശേഷം കാണുന്നില്ല. പോലീസ് കേസെടുത്ത് അന്വേഷിക്കുന്നുണ്ട്. മേമൻ ബിൽഡേഴ്സിൽ 8 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആളായതുകൊണ്ടാ കഴിഞ്ഞ ആഴ്ച മണി പോയ ഒഴിവിലേക്ക് ആളെ റിക്രൂട്ട് ചെയ്തത്. അതിങ്ങനൊരു പുലിവാലാവെന്ന് കരുതില്ല സാർ. ഏത് ബിൽഡറിന്റെ പേരാ പറഞ്ഞു? സലീം മേമന്റെ മേമൻ ബിൽഡേഴ്സ്. ഇവിടുത്തെ ഒരു റെപ്യൂട്ടഡ് ബിൽഡറാണ് സാർ. ഇത് സലീം മേമൻ ബിൽഡറാണ്. ഇതുവഴിയാണ് പ്രപ്പോസ്ഡ് കൊച്ചിൻ മെട്രോ റെയിൽ കടന്നു പോകുന്നത്. ഇത് എബി എബ്രഹാമിന്റെ സിറ്റി മോൾ ആൻഡ് ഇറ്റ് കംസ് ത്രൂ സലീം മേമന്റെ മേമൻ ബിൽഡേഴ്സ്. അവരുടെ കോർപ്പറേറ്റ് ഓഫീസാണ്. അവിടുന്ന് ഇറ്റ് ഓൾസോ ഗോസ് ത്രൂ രാജൻ തോമസിന്റെ കൊച്ചിൻ സെൽസ്, ഉണ്ണി നടരാജന്റെ നടരാജൻ പേർ. ഗെറ്റ് മീ ദാറ്റ് ന്യൂസ് പേപ്പർ. There, A.B. Abraham, Rajan Thomas, Unni Nadarajan, Salim Memon. A.B. Abraham, Salim Memon, Rajan Thomas, Unni Nadarajan. ഫിറോസ് മൂപ്പൻ ജീവിച്ചിരുന്നുവെങ്കിൽ, ആ പദ്ധതി നടപ്പിലായിരുന്നുവെങ്കിൽ, കോടികൾ വിലമതിക്കുന്ന ഇവരുടെ 4 പേരുടെയും സ്ഥാപനങ്ങൾ ഇവർക്ക് നഷ്ടമാകുമായിരുന്നു. ഇവർ 4 പേരും ചേർന്നായിരിക്കണം. ഫിറോസ് മൂപ്പന്റെ ബോഡി കണ്ടെടുത്തത് മാംഗ്ലൂരിൽ നിന്നായിരുന്നില്ലേ? അതെ, പക്ഷെ അന്നവർ ഗോവയിലായിരുന്നല്ലോ. അവരെങ്ങനെയാണെന്ന് ഗോവയ്ക്ക് പോയത്? നല്ല സെറ്റപ്പ് കണ്ടീഷനാ. ഞാൻ എന്റെ കൈ കൊണ്ട് പണിതുണ്ടാക്കിയതാ സാറേ. ഈ വണ്ടിയിൽ ലോങ് ട്രിപ്പ് ഒക്കെ പോകാൻ പറ്റുമോ? സലീം സാർ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന വണ്ടിയാ. കഴിഞ്ഞ വർഷം ഗോവയെ പോയതും ഇതിലാ. അവിടുന്ന് തിരിച്ചു വന്നിട്ട് റീമോഡൽ ചെയ്യാൻ ഇവിടെ കയറ്റിയതാ. സലീം എന്നാ ദുബായിൽ നിന്ന് തിരിച്ചു വരുന്നത്? 1 മാസത്തിനുള്ളിൽ വരുമെന്നാ കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചപ്പോ പറഞ്ഞത്. അതുവരെ വണ്ടി ഇവിടെ ഇട്ടോളാൻ പറഞ്ഞു. അന്ന് പക്ഷേ ഇത് വിൽക്കുന്ന കാര്യം പറഞ്ഞില്ലല്ലോ. സാറിനെ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ ശരി ജാക്സൺ, കാണാം. ആയിക്കോട്ടെ, എന്തെങ്കിലും ആവശ്യം വന്നാൽ വിളിച്ചാൽ മതി. ശരി. ആ മെക്കാനിക്കിന്റെ കൈ കെട്ടിയിരിക്കുന്നത് കൊച്ചി ഡെവലപ്മെന്റ് ഫോറത്തിന്റെ വാച്ചാണ്. ഫിറോസ് മൂപ്പനായിരുന്നു ആ ഫോറത്തിന്റെ ചെയർമാൻ. അദ്ദേഹം സ്ഥിരമായി ആ വാച്ചാണ് ഉപയോഗിക്കാറ്. കൊല്ലപ്പെടുമ്പോ ഫിറോസ് മൂപ്പൻ ധരിച്ചിരുന്നതും ഇതേ വാച്ചാണ്. മാത്രമല്ല, ഫിറോസിന്റെ മാസ റിപ്പോർട്ടിൽ മിസ്സിംഗ് ഐറ്റംസ് ലിസ്റ്റിൽ ഈ വാച്ചും പോലീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പറയടാ, കലക്ടറുടെ ഈ വാച്ച് നിന്റെ കയ്യിൽ എങ്ങനെയാ വന്നത്? അയ്യോ, എനിക്കൊന്നും അറിയാൻ പാടില്ല എന്റെ പൊന്ന് സാറേ. ഗോവയെന്ന് സലീം സാറും കൂട്ടരും മടങ്ങി വന്നപ്പോ ആ കാരവന് കിടന്നതാ ഈ വാച്ച്. കണ്ടപ്പോ ഒരു മോഹം തോന്നി കൈ കെട്ടിയതാ. സാറ് വേഷം മാറി വന്ന പോലീസാണല്ലേ? അപ്പൊ ആ മാടൻ പോലീസായിരുന്നല്ലേ? എന്നോട് പൊറുക്ക് എന്റെ സാറുമാരെ, എന്നെ വെറുതെ വിടണം. ഈ വാച്ച് ആർക്കാണെന്ന് വെച്ചാ ഞാൻ തിരിച്ചു കൊടുത്തേക്കാവേ. വേണമെങ്കിൽ സാറെടുത്തോ. ജീവിതത്തിൽ ആദ്യമായിട്ടാ ഞാൻ പോലീസ് സ്റ്റേഷൻ കയറുന്നത്. എനിക്ക് തലകറങ്ങുന്നേ. വെള്ളം വെള്ളം. അവന്റെ ഒരു വേഷം കെട്ട്. വേഷം കെട്ടൊന്നുമല്ല, സത്യോട്. ഒരു കാര്യം ഉറപ്പാണ് സർ, അന്ന് രാത്രി ഫിറോസ് മൂപ്പൻ ആ ക്യാരവനുള്ളിൽ ഉണ്ടായിരുന്നു. അവിടെ വെച്ച് നടന്ന സ്ട്രഗിളിലാവണം ആ വാച്ച് നഷ്ടപ്പെട്ടത്. അതേ മോഡലുള്ള ഒരുപാട് വാച്ചുകൾ ആ ഫോറത്തിന്റെ മെമ്പേഴ്സ് ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. അത് ഫിറോസിന്റെ തന്നെയാണെന്ന് എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും? മാത്രമല്ല, സലീം സ്വയം ഡ്രൈവ് ചെയ്ത് ഗോവയ്ക്ക് പോയെന്നല്ലേ മെക്കാനിക് പറഞ്ഞത്.
കാരവാനിലുണ്ടായിരുന്ന അവർ 4 പേര് മാത്രമാണ് ആ കൊലപാതകത്തിൽ ഉൾപ്പെട്ടുള്ളതെങ്കിൽ അർജുൻ എഴുതിയ കത്തിന്റെ അർത്ഥം എന്താണ്? അയാൾക്ക് ആ കൊലപാതകത്തിന് എങ്ങനെ സാക്ഷിയാകാൻ പറ്റും? എന്തെല്ലാം പോസിബിലിറ്റീസ് ഉണ്ട് സർ. ഒരുപക്ഷെ അയാൾ കണ്ടത് ഇവർ 4 പേരും ചേർന്ന് ഫിറോസിന്റെ ബോഡി മാംഗ്ലൂരിൽ ഡംപ് ചെയ്യുന്നതാണെങ്കിലോ, അതല്ലെങ്കിൽ ഫിറോസ് കൊല്ലപ്പെട്ടത് ആ കാരവന് പുറത്ത് വെച്ചാണെങ്കിലോ. ഓയ്, എടുത്തുചാട്ടം കൊണ്ട് ഇവിടെ ഒരു കാര്യമില്ല. ഇതുപോലുള്ള വേഗമായ ഒരു ഊഹങ്ങൾ വെച്ച് എബി എബ്രാമിനെയോ സലിമേമനെ പോലുള്ളവരൊന്നും തൊടാൻ പോലും സാധിക്കില്ല. തെളിവുകൾ ഉണ്ടാവും സർ. എങ്ങനെ?